മുസ്ലിം വിഭാഗത്തെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ കഴിയുമോ അതിനുവേണ്ട എല്ലാ നെറികെട്ട കളികളും ബി.ജെ.പി. കളിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ വിഭാഗത്തെ തുടച്ചു നീക്കാനാണ് ബി.ജെ.പി. നേരിട്ടിറങ്ങിയിരിക്കുന്നതും. പള്ളി പൊളിച്ച് അമ്പലം പണിയാൻ കാണിച്ച ബി.ജെ.പിയുടെ മിടുക്കും അതിന്റെ ഭാഗമാണ്. ഇപ്പോഴിതാ പൗരത്വ നിയമവുമായി ബി.ജെ.പി. വീണ്ടും എത്തിയിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം 7 ദിവസത്തിനകം രാജ്യത്ത് നടപ്പാക്കുമെന്നാണ് പശ്ചിമ ബംഗാൾ ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ ശാന്തനു ഠാക്കൂർ അവകാശപ്പെട്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പർഗാനയിൽ ബി.ജെ.പി. സംഘടിപ്പിച്ച റാലിയിലാണ് കേന്ദ്രമന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ അടക്കം രാജ്യത്തൊട്ടാകെ ദേശീയ പൗരത്വ നിയമം 7 ദിവസത്തിനകം നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി അഭയാർത്ഥികളായ സഹോദരങ്ങളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദേശീയ പൗരത്വ നിയമം എന്നത് രാജ്യത്തെ നിയമമാണ്. ആർക്കും അത് തടയാനാവില്ല. എല്ലാവർക്കും പൗരത്വം ലഭിക്കാൻ പോകുന്നു. ബി.ജെ.പിയുടെ പ്രതിബദ്ധതയാണിതെന്നും കേന്ദ്രമന്ത്രി വാദിച്ചിരിക്കുകയാണ്. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്നും ആർക്കും അത് തടയാനാകില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പൗരത്വ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിയമം നടപ്പാക്കാൻ ബി.ജെ.പി. പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു. CAA നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ ആർക്കും തടയാനാകില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അന്ന് തുറന്നടിച്ചിരുന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് CAA വിജ്ഞാപനം പുറത്തിറക്കാൻ 2 ആഴ്ച മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. 2019 പാർലമെന്റ് അംഗീകരിച്ച പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞെന്നും വിജ്ഞാപനം വൈകില്ലെന്നും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിക്കുകയായിരുന്നു. 2014 ഡിസംബർ 31 വരെ ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനാണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എല്ലാം തയ്യാറാക്കി ഒരുങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. CAA ചട്ടങ്ങൾ ഉടൻ പുറപ്പെടുവിക്കാൻ പോകുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുശേഷം നിയമം നടപ്പിലാക്കാൻ കഴിയും. കൂടാതെ യോഗ്യരായവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുവാനും കഴിയും. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്യുമോ എന്ന ചോദ്യത്തിന് കഴിയുമെന്നായിരുന്നു ഇവരുടെ പ്രതികരണം. നിയമങ്ങൾ തയ്യാറാണ്. ഓൺലൈൻ പോർട്ടലും നിലവിലുണ്ട്. മുഴുവൻ പ്രക്രിയയും ഓൺലൈനിൽ ആയിരിക്കും. അപേക്ഷകർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച വർഷം പ്രഖ്യാപിക്കണം. അപേക്ഷകരിൽ നിന്ന് ഒരു രേഖയും ആവശ്യപ്പെടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ബി.ജെ.പി. സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം വലിയ വിവാദങ്ങൾക്കും വൻ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. വിവേചനപരമായ നിയമമെന്ന് വിശേഷിപ്പിച്ചായിരുന്നു വിമർശനങ്ങൾ ഏറെയും. 2019 ഡിസംബർ 10 ലോക്സഭയിലും രാജ്യസഭയിൽ ഡിസംബർ 11 പൗരത്വ ഭേദഗതി ബിൽ പാസായത്. 2020 ജനുവരി 10 കേന്ദ്രം നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയെങ്കിലും ഭേദഗതി ചെയ്തിരുന്നില്ല. ഭേദഗതിക്കനുസരിച്ച് പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോർട്ടൽ സജ്ജമാക്കും. വിവരങ്ങൾ നൽകുന്നതിൽ സംസ്ഥാനങ്ങളുടെ ഇടപെടൽ ഒഴിവാക്കും. ഇനിയിപ്പോൾ മുൻപും പിൻപും നോക്കാതെ പൗരത്വ നിയമം കേന്ദ്രം പാസാക്കും. അതിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം കൂടി ഉയർന്നതോടെ 10 മടങ്ങ് ശക്തിയോടെ ബി.ജെ.പി. തന്ത്രങ്ങൾ ഓരോന്നായി പയറ്റി തുടങ്ങുകയാണ്.